എല്ലാവർക്കും നമസ്കാരം. ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതായ ഗ്രീഷ്മയുടെ വധശിക്ഷ. അതൊത്തിരി സന്തോഷം തോന്നി എനിക്കെന്നല്ല, എല്ലാ മാതാപിതാക്കൾക്കും തോന്നിയ ഒരു വിഷയം തന്നെയാണ്. എന്തുകൊണ്ടും ന്യായമായ ഒരു തീർപ്പ്. ഒരിക്കലും ഇങ്ങനെ തീർപ്പുണ്ടാകുമോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. കാരണം ഓരോ വാർത്തകളും നമ്മളെ ഓരോ ദിശയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ കേരള പോലീസിന് ഒട്ടും തെറ്റിയില്ല. അതുപോലെ തന്നെ നീതിപീഠത്തിനും. ഓരോ മാതാപിതാക്കളും കഷ്ടപ്പെട്ട് തൻ്റെ മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ ഇന്നലെ കാണുന്ന പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ കാണുമ്പോൾ മനസ്സിലൊരു ചാഞ്ചാട്ടം, സ്നേഹം എന്ന വാക്ക്, അത് മനസ്സിനെ കവർന്നുകൊണ്ട് ഹൃദയങ്ങൾ പങ്കുവച്ച് സാമ്പത്തികമായും ചിലർ ശാരീരികമായും അടുത്ത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മനസ്സും ഒരു ശരീരവുമായി കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ അവഗണിച്ച് കളയുന്ന, ഇല്ലെങ്കിൽ ക്രൂരമായി ഒഴിവാക്കാൻ ശ്രമിക്കുന്ന, കൊന്നൊടുക്കാൻ ശ്രമിക്കുന്ന ഓരോ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഇതൊരു പാഠമായി തന്നെ മാറണം, ഒരു മാതൃകയാകണം. ഇത് ഇനിയുള്ള തലമുറ, ഇനിയുള്ള കുഞ്ഞുങ്ങൾ സ്നേഹിച്ചിട്ട് വഴിയിൽ കളയുമ്പോൾ, ഇല്ലെങ്കിൽ എങ്ങനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം, പുതിയൊരു വ്യക്തിയെ കാണുമ്പോൾ എങ്ങനെ ഇവരെ ഒഴിവാക്കാമെന്ന് ചിന്തിച്ചിട്ട് ഇത്തരം ചിന്താഗതികൾ മനസ്സിൽ ഒരിക്കലും തോന്നാതിരിക്കട്ടെ. അതുമാത്രമല്ല, എനിക്ക് ഈ തലമുറയോട് പറയാനുള്ളത്, സ്നേഹിക്കുക. പക്ഷേ സ്നേഹിക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ സ്നേഹം അവസാനം വരെ കൊണ്ടുപോകാനും ഒരുമിച്ച് ജീവിക്കുവാനും ഒത്തിരി പാടുണ്ട്. ഒരുപാട് കടമ്പകൾ കടക്കണം. സ്നേഹിക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ണ് കാണാത്ത രീതിയിൽ അങ്ങ് അടുക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ സ്നേഹത്തിന് മങ്ങലേൽക്കും. ഇന്ന് കണ്ടുവരുന്ന രീതിയാണ്. അത് കഴിയുമ്പോൾ പുതിയ ഒരാളെ കാണുമ്പോൾ ആദ്യമുണ്ടായിരുന്നവൻ കൊള്ളില്ല, ഇല്ലെങ്കിൽ അവൾ കൊള്ളില്ല, അവളെ എങ്ങനെ ഒഴിവാക്കാം എന്ന് തോന്നുമ്പോൾ ഒന്നോർക്കുക, നിൻ്റെയൊക്കെ അവസ്ഥ ഈ വധശിക്ഷ പോലെ ആകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും ഒരു അമ്മയാണ്, എനിക്കും മക്കളുണ്ട്. എൻ്റെ മക്കളാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിച്ച് തന്നെ ആകണം. ഷാരൂണിൻ്റെ വീട്ടുകാർക്ക് ചെറിയൊരു മനസ്സമാധാനം കിട്ടിയെന്ന് തന്നെ കരുതാം. കാരണം എത്ര വധശിക്ഷ അവൾക്ക് നൽകിയെന്ന് പറഞ്ഞാൽ പോലും മാതാപിതാക്കളുടെ മരണം വരെ തൻ്റെ മകൻ്റെ വേർപാട് തന്നെയാണ്. അത് നികത്താൻ ആർക്കും കഴിയില്ല. എന്നാലും തൻ്റെ മകനിലൂടെ ഇനി വരുന്ന തലമുറയ്ക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തൻ്റെ മകൻ ഒരു ബലിയാടായി മാറി എന്നുള്ളതിനുള്ള ഒരു രക്തസാക്ഷിയാണ് ഇന്ന് ഷാരൂൺ. ദയവായി സ്നേഹിക്കുന്നവരൊന്ന് ഓർക്കുക. വഴക്ക് വരാം, പിണക്കങ്ങളും അകൽച്ചകളും വരാം. പക്ഷേ ഗ്രീഷ്മയുടെ മനസ്സിൽ തോന്നുന്നതായ നീചപ്രവൃത്തികൾ നിങ്ങളുടെ ആരുടെ മനസ്സിൽ തോന്നാതിരിക്കട്ടെ. വേണ്ട എന്ന് തോന്നിയാൽ പറഞ്ഞു പിരിയുക. അതിന് എളുപ്പ വഴിയായി രഹസ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പ്രപഞ്ചത്തിലെ ഒരു ശക്തിയും അതിന് കൂട്ടുനിൽക്കില്ല. ഇതുപോലുള്ള ജീവിതത്തിൽ ഇവൾ എന്ത് നേടി? ഇവൾക്കിനി എന്താണുള്ളത്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവൾ 38 വർഷം കഴിഞ്ഞ് ജീവിക്കുമെന്ന് അവിടെയും വെല്ലുവിളിച്ചു. എന്നിട്ട് എന്തായി? നമുക്ക് തന്നിരിക്കുന്ന നല്ല ജീവിതത്തെ നമ്മൾ നല്ലതായിട്ട് ജീവിച്ച് മാതൃക കാണിക്കേണ്ട നാം ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. സ്നേഹിക്കുന്നത് തെറ്റെന്നല്ല. സ്നേഹിക്കുമ്പോൾ അതിനകത്ത് വരുന്ന പാഴ്ചകളും പോരായ്മകളും പിണക്കവും ഇണക്കവും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് നമ്മൾ മാതാപിതാക്കൾ മക്കൾക്ക് നല്ല കൂട്ടുകാരാകണം. എങ്കിൽ മാത്രമേ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ വീട്ടിൽ വന്നവരെ അറിയിക്കുകയുള്ളൂ. അപ്പം ദയവായി മക്കളെ ഒരിക്കലും ഇത്തരം ചിന്തകളിൽ ചെന്ന് പെടാതിരിക്കുക. കൂടുതലായിട്ടൊന്നും പറയാനില്ല. എന്തായാലും നല്ലൊരു തീർപ്പ്. അതിന് ഞാൻ നീതിപീഠത്തിനും അതുപോലെ നമ്മുടെ കേരള പോലീസിനും ഒരു ബിഗ് സല്യൂട്ട്.